ഇതിനു മുൻപ് കേരളം ഭരിച്ച UDF സർക്കാർ 22,000-ഓളം കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഉത്തരവാദികളാണ്. ഞാനിത് ഒട്ടും അതിശയോക്തി കലർത്തിയോ രാഷ്ട്രീയമോ തിരഞ്ഞെടുപ്പോ വെച്ച് പറയുന്നതല്ല. LDF UDF സർക്കാരുകളുടെ പ്രകടനം വിലയിരുത്തുന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോഴാണ് ഈ കണക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്കതൊന്ന് നോക്കാം. 2001-ൽ ചൈന സർക്കാർ അധികാരമൊഴിയുമ്പോൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് 11 ആയിരുന്നു. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 11 കുട്ടികൾ മരണത്തിന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ തുടർന്ന് വന്ന UDF സർക്കാരിന്റെ കാലത്ത് ആ കണക്ക് മുകളിലോട്ട് പോവുകയും 15-ൽ എത്തുകയും ചെയ്തു. പിന്നീട് 2006-ൽ VS സർക്കാരിൽ ആരോഗ്യമന്ത്രിയായ ശ്രീമതി ടീച്ചറുടെ കാലത്ത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ആ കാലത്ത് ശിശുമരണ നിരക്ക് പടിപടിയായി കുറഞ്ഞ് 12-ലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായ VS ശിവകുമാറിന്റെ കാലത്ത് ആ നമ്പർ 1 ഇഞ്ച് താഴേക്ക് പോയില്ല. 16-ൽ പിണറായി സർക്കാർ അധികാരമേറ്റു. ശൈലജ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി. അധികാരമേറ്റ് ഒറ്റ വർഷം കൊണ്ട് ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് 6.5-ലേക്ക് എത്തി. അവിടെ നിന്നും പിന്നീടും കുറഞ്ഞ് ഇപ്പോൾ അമേരിക്കയെ പോലും കടത്തിവെട്ടി 5-ൽ എത്തി നിൽക്കുന്നു. 5 വർഷം കൊണ്ട് കേരളത്തിൽ ഏകദേശം 32 ലക്ഷം കുട്ടികൾ ജനിക്കുന്നു എന്നാണ് കണക്ക്. അങ്ങനെ നോക്കിയാൽ 2011-ൽ ഒരു തുടർ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ ഈ 32 ലക്ഷം കുട്ടികളിലെ ഓരോ 1000 കുട്ടികളിലും 7 കുട്ടികളുടെ ജീവൻ വെച്ച് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചേനെ. അതിന്റെ ടോട്ടൽ 22,400 ആണ്. ഇത് ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ മരിച്ച കുട്ടികളുടെ മാത്രം എണ്ണമാണ്. കൃത്യമായ ചികിത്സ കിട്ടാതെ ഗർഭസ്ഥാവസ്ഥയിൽ മരിച്ച കുട്ടികളുടെ എണ്ണം കൂടെ കൂട്ടിയാൽ ഈ കണക്ക് ഇതിലും എത്രയോ വലുതായിരിക്കും. എന്തുകൊണ്ടാണ് UDF സർക്കാരുകൾ ഭരിച്ചപ്പോൾ മാത്രം ഇത് മുകളിലോട്ട് ഇങ്ങനെ പോയത്? ഇതിന്റെ ഉത്തരം ഇവരുടെ ഉള്ളിലെ തമ്മിൽ തല്ലിനും കുതികാൽ വെട്ടിനും ഇടയ്ക്ക് ഭരിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ തമ്മിൽ തല്ലൽ കൂടിയതല്ലാതെ ഒരിറ്റു കുറഞ്ഞിട്ടില്ല. കുറച്ചുനാൾ മുൻപേ ഈ ശിശുമരണ നിരക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞ ന്യായം, ഇന്നിപ്പോൾ എല്ലാം അണുകുടുംബങ്ങളാണ്, മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ കൂടുതൽ സമയം കിട്ടുന്നതുകൊണ്ടാണ് ഈ നമ്പർ കുറഞ്ഞത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിലും 11-16 കാലഘട്ടത്തിലുമൊക്കെ കേരളത്തിൽ അണുകുടുംബങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് കേവലം ആരോഗ്യവകുപ്പിലെ മാത്രം കാര്യമല്ല, ഏത് വകുപ്പെടുത്താലും ഈ കെടുകാര്യസ്ഥത നമുക്ക് കാണാൻ സാധിക്കും. 2011-16 കാലയളവിൽ തകർന്ന റോഡുകളിൽ പൊലിഞ്ഞത് 25,000 ജീവനുകളാണ്. ഇന്നിപ്പോൾ വാഹനങ്ങളുടെ എണ്ണം 3 ഇരട്ടിയിൽ അധികമായി. പക്ഷേ 2021-26-ൽ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 19,000 ആളുകൾ മാത്രമാണ്. അതിൽ തന്നെ ഭൂരിഭാഗവും അമിത വേഗത കൊണ്ടുണ്ടായ അപകടങ്ങളാണ്. നിങ്ങൾ രാഷ്ട്രീയം തിരഞ്ഞെടുക്കേണ്ടത്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ജനിച്ചു എന്നത് നോക്കിയല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ നയങ്ങളും പാർട്ടി എന്ന നിലയ്ക്കും സർക്കാർ എന്ന നിലയ്ക്കും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നോക്കിയാണ്.